ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തുവിടുന്നത് വൈറ്റ് ഹൗസിന് സമീപം വെടിവെപ്പ് ഉണ്ടായി എന്നുള്ള ഒരു ആശങ്കാജനകമായ വാർത്ത അമേരിക്കയിലുണ്ട്. അവിടെ കനത്ത ജാഗ്രത വാഷിംഗ്ടൺ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. 15-ാം സ്ട്രീറ്റിലും ഇൻഡിപെൻഡൻസ് അവന്യൂവിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ കണ്ടെത്തിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഇയാളുടെ പക്കൽ തോക്കുണ്ടെന്ന് തിരിച്ചറിയുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചടിക്കുകയും മറ്റും ചെയ്തുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടയിൽ വഴിയാത്രക്കാരനായ ഒരു ആൺകുട്ടിക്കും പരിക്കേറ്റു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. JD വാൻസ് ആണ് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട്. വിനോദ്, എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജൻസിയൊക്കെ പുറത്തുവിടുന്നുണ്ടോ? രജിത്, വൈസ് പ്രസിഡന്റ് വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ വെടിവയ്പുണ്ടായത്. അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സംശയാസ്പദമായ നിലയിൽ ഒരു വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവയ്പുണ്ടായി. തിരിച്ചും ഇവർ വെടിയുതിർത്തു. ഇപ്പോൾ ഈ അക്രമി പിടിയിലായിട്ടുണ്ട്. JD വാൻസിനെ ലക്ഷ്യമിട്ടാണ് അക്രമി എത്തിയതെന്ന വിവരമാണ് വരുന്നത്. പക്ഷേ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇപ്പോൾ അമേരിക്കയുടെ സീക്രട്ട് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാത്യു കിൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അക്രമിയെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ ലക്ഷ്യം JD വാൻസ് ആണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ഈ അക്രമിയുടെ വെടിവയ്പിൽ 15 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് പരിക്കേറ്റു. ഈ കുട്ടിയുടെ നില തൃപ്തികരമാണ്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഒരുക്കിയ വിരുന്നിലേക്ക് മറ്റൊരു അക്രമി കടന്നുകൂടിയതും അവിടെ വെടിയുതിർത്തതും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ വേദി വിട്ട് ഓടിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. അന്നും JD വാൻസ് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ തന്നെ ട്രംപിൻ്റെ അനുകൂലിയായിരുന്ന ക്രിക്കിനെ ഈ തരത്തിൽ ഒരു പൊതു സമ്മേളന സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണോ ലക്ഷ്യം വയ്ക്കുന്നത്? JD വാൻസ് ഉള്ള 2 സ്ഥലത്തുമാണ് ഇപ്പോൾ ഈ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ JD വാൻസിനെ ലക്ഷ്യമിട്ടാണോ ഈ വെടിവയ്പ് നടക്കുന്നത് എന്നത് സംശയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ഈ ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ തേടുന്ന ആളാണ് JD വാൻസ്. ഒരുപക്ഷെ ട്രംപിനെ പോലെ അത്രയും അഗ്രസീവായി ഈ വിഷയത്തിൽ ഇടപെടാതെ ഇത് സമവായത്തിലെത്തിക്കാൻ, കാരണം ഇത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അമേരിക്കയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് വാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇസ്ലാമാബാദ് ചർച്ചയിലടക്കം വാൻസ് പങ്കെടുത്തിരുന്നു. ആ വഴിക്ക് വാൻസിൻ്റെ ഒരു നീക്കം നടക്കുമ്പോഴാണ് ട്രംപ് പലപ്പോഴും പ്രകോപനപരമായി സംസാരിക്കുകയും വളരെ പെട്ടെന്ന് ഈ വെടിവയ്പ്പിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തൊട്ട് പിന്നാലെ ഇറാന് നേരെ ഉൾപ്പെടെ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അമേരിക്കൻ സേന പോകുന്നത് ട്രംപിൻ്റെ ഇടപെടൽ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ പ്രകോപനപരമായ പരാമർശങ്ങളാണ് വരുന്നത്. ഇറാനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. തെറി വരെ വിളിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ട്രംപിൻ്റെ ഒരു നീക്കം. അതേസമയം സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് വാൻസ്. ഈ 2 വെടിവയ്പുണ്ടായ സ്ഥലത്തും വാൻസ് ഉണ്ടായിരുന്നു. വാൻസിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ അമേരിക്ക ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. രഞ്ജിത്ത്, തീർച്ചയായും അതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.